വയനാട് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രി ടി സിദ്ദിഖും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് പച്ചക്കള്ളമോ? എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് വെച്ചാൽ, ഒരു പുതിയ ദൃശ്യം ദുരന്തം നടന്ന പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ദേ നോക്കിയേ, ഇതിലെവിടെയാണ് മൺകൂന കൂട്ടിയിട്ടതിലാണ് അപകടമുണ്ടായി എന്ന് പറയപ്പെടുന്നത്? ഒരു പ്രദേശത്ത് നിന്ന് മരവും മണ്ണുമെല്ലാം കൂടി ചെളിയായി ഒരുമിച്ച് ഇടിഞ്ഞിറങ്ങുന്ന കാഴ്ചയാണ് ഈ ദൃശ്യത്തിലുള്ളത്. ഈ ദൃശ്യം വെച്ച് നോക്കുമ്പോൾ മണ്ണ് കൂട്ടിയിട്ടിരുന്ന പ്രദേശത്താണെങ്കിൽ ഇങ്ങനെ മരങ്ങൾ ഉടനടി അതിലെങ്ങനെ വളർന്നു നിന്നു എന്ന ചോദ്യമില്ലേ? ഇത് നോക്കിയേ, ആ പ്രദേശത്ത് ഒരു ഭാഗമാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ കനത്ത മഴ ഈ പ്രദേശത്ത് പെയ്തിരുന്നു. അതിനെ തുടർന്ന് ഒരു പ്രദേശത്ത് മണ്ണിടിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും കള്ളം പറഞ്ഞത്? ഇത് മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അവർ അതിൻ്റെ കരാറുകാർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. കനത്ത മഴ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. രാവിലെ 225 സെന്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും മഴയുണ്ട്, വലിയ മഴയല്ലെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയുണ്ട്. ഇതൊരു ചെളി കലർന്ന മണ്ണാണ്. അവിടുത്തെ മണ്ണിന്റെ ഘടന വളരെ വ്യത്യാസമാണ്. അതിങ്ങനെ സ്ക്രാപ്പ് ചെയ്താണ് വെച്ചിരുന്നത്. അത് നിലനിൽക്കുന്നതല്ല എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവിടെ പോയി തന്നെ കണ്ടു പരിശോധിച്ച് ബന്ധപ്പെട്ടവർക്ക് അവിടെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഒരു കരാറുകാരാണ് അത് നീക്കം ചെയ്യാറുള്ളത്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു വലിയ ദുരന്തം ഇന്ന് കള്ളാടിയിൽ, മേപ്പാടി പഞ്ചായത്തിൽ കള്ളാടിയിൽ നമ്മളെയൊക്കെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. ഇതിലിപ്പം നിലവിൽ വിംസ് ആശുപത്രിയിൽ 6 പേർ നിലവിൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളല്ല പുറത്തു വരുന്ന ദൃശ്യങ്ങളിലുള്ളത്. ഒരു അപകടമുണ്ടായതിനു പിന്നാലെ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആരോ പറഞ്ഞത് കേട്ട് പ്രതികരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 8ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട മണ്ണിടിച്ചിലാണ്. ആ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് നാട്ടുകാർക്ക് അറിയേണ്ടതുണ്ട്. കരാർ കമ്പനി മണ്ണ് കൂട്ടിയിട്ടിരുന്നതിനെ നീക്കം ചെയ്യണമെന്ന് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും അവിടെ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ നടപടി സ്വീകരിച്ചില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ മന്ത്രിമാരുടെ വാക്കിനൊന്നും ഈ നാട്ടിൽ ഒരു വിലയുമില്ലേ? കഴിഞ്ഞ 1.5 മാസമായി ഒരു സർക്കാർ അധികാരമേറ്റെടുത്തതിന് ശേഷം ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനും സമയമില്ല. ഫുൾ കച്ചവടത്തിൻ്റെ പുറകെയും നിയമനങ്ങൾക്ക് പുറകിലും ഒപ്പം തന്നെ തമ്മിലടിക്കാനും മാത്രമേ സമയമുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ പദ്ധതികളും അവർക്ക് തോന്നുന്ന രീതിയിൽ ഓരോ ഇടങ്ങളിൽ നടക്കുകയാണ്. അങ്ങനെ കനത്ത മഴയുണ്ടായിട്ടും അതിനിടയ്ക്ക് നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി ഇവർ തയ്യാറായെങ്കിൽ സ്വാഭാവികമായിട്ടും മഴയുണ്ടാകുമ്പോൾ അപകട സാധ്യതയുള്ള പ്രദേശം തന്നെയാണ്. ആ നിലയ്ക്ക് ഈ അപകടം നടന്നപ്പോൾ വേണ്ടത്ര മുൻകരുതൽ എടുക്കാത്തത് അല്ലെങ്കിൽ ജാഗ്രത കുറവാണ് 8ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുകയാണ്. ആ വിഷയത്തിൽ നിരുത്തരവാദപരമായി മുഖ്യമന്ത്രിയും മന്ത്രിയും വന്ന് പറഞ്ഞത് കള്ളമാണെന്ന് പുറത്തു വരുന്ന കൂടുതൽ ദൃശ്യങ്ങൾ തെളിയിക്കുമ്പോൾ എന്തിനാണ് ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഇത്ര വ്യഗ്രതയോടുകൂടി കള്ളം പറഞ്ഞു എന്ന ചോദ്യം ശക്തമായി ഉയരുന്നത്? അതിന് മന്ത്രിയും മുഖ്യമന്ത്രിയും മറുപടി പറയേണ്ടി വരും.